വിവാഹത്തിന്റെ റുക്നുകൾ രണ്ട് കാര്യങ്ങളാണ്. വിവാഹത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത രണ്ട് സ്തംഭങ്ങളുണ്ട്. ഇജാബ് വൽ ഖബൂൽ എന്നാണ് അതിന് പറയാം. കല്യാണം കഴിച്ചവർക്ക് അറിയാം. വിവാഹം കഴിക്കാനിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ വാപ്പ പറയും ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു. കല്യാണം കഴിക്കുന്ന പുതിയാപ്പിള പറയും ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. അതിനാണ് ഇജാബ് വൽ ഖബൂൽ എന്ന് പറയാം. ഇജാബ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയുടെ രക്ഷാധികാരി പറയേണ്ട വാക്കാണ്. ഖബൂൽ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം ഏൽപ്പിക്കുന്ന ഒരാൾ. വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരാളെ ഏൽപ്പിക്കുക, വാപ്പാനെ ഏൽപ്പിക്കുക പറയാൻ വേണ്ടിയിട്ട്. ഇതിനാണ് ഇജാബ് വൽ ഖബൂൽ എന്ന് പറയുന്നത്. ഇതില്ലാതെ വിവാഹം സാധുവാവുകയില്ല. ഇത് നിർബന്ധമാണ് വിവാഹത്തിൽ. ഇപ്പോൾ ഒരാൾ പറയും ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു, കേട്ടിട്ട് ചെക്കന് ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ നിന്നു, എങ്കിൽ വിവാഹം സാധുവായിട്ടില്ല, വിവാഹം ശരിയായിട്ടില്ല. പറയൽ നിർബന്ധമാണ്. നാവ് കൊണ്ട് പറയാൻ സാധിക്കുന്നവൻ നാവ് കൊണ്ട് നിർബന്ധമായി പറയണമെന്ന്. ചില ആളുകൾ പറഞ്ഞു ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതിയോ? ഞാൻ പറഞ്ഞു പറ്റില്ല, തലകൊണ്ട് ആക്കിയാൽ മതിയാവില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം നാവ് കൊണ്ട് പറയാൻ പറ്റുന്നത് വിവാഹത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് അവൻ പറയുക തന്നെ വേണം എന്ന് അവർ നിർബന്ധം പറഞ്ഞതായി കാണാം.